അങ്ങനെ സച്ചി ശ്രുതിയുടെ മുൻ ഭർത്താവിനെ കൈയോട് പിടികൂടുകയാണ്. പണത്തിനു വേണ്ടി ശ്രുതിയെ ഭീഷണിപ്പെടുത്താനാണ് അയാൾ വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ അയാളുടെ കഷ്ടകാലത്തിന് ആ വീട്ടുവളപ്പി ചുറ്റി തിരിയുന്നത് സച്ചി നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ മണ്ടനാണെങ്കിൽ നേരെ ചെന്ന് തിന്നതും നമ്മുടെ സച്ചിയുടെ മുന്നിലേക്കാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സത്യം മുഴുവനും അയാളുടെ വായിന്ന് തന്നെ സച്ചി അറിയാണ്. സച്ചിക്ക് ആദ്യം ഒന്നും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അയാൾ ഒരു തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തായാലും അയാൾക്ക് അതിൽ നിന്ന് ഊരി പോന്നല്ലേ പറ്റൂ. അതിനുവേണ്ടി സത്യങ്ങളൊക്കെ അയാൾ ഗതിയില്ലാതെ പറഞ്ഞു പോയി. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ട്ടോ നമ്മൾ പറയുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ മുൻ ഭർത്താവിനെയാണ്. അയാളാണെങ്കിൽ ആർക്കോ ഫോൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി എടുക്കുന്നത് പോലും ഇല്ല. ആർക്കായി വിളിച്ചോണ്ടിരിക്കുന്നതെന്നറിയോ? ശ്രുതിക്കാണ്. എത്ര വിളിച്ചിട്ടും ശ്രുതി ഫോൺ എടുത്തത് പോലും ഇല്ല. അവളുടെ അടവ് എന്റെ അടുത്താ, ഞാൻ ആരാന്ന് അവക്ക് കാണിച്ചു കൊടുക്കാം. ഛേ, ഈ മാസത്തെ പൈസ കിട്ടിയതുമില്ല, കയ്യിലാണെങ്കിൽ 5 പൈസ എടുക്കാനുമില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്തായാലും അവളുടെ കൂട്ടുകാരി ഓഫീസിൽ ഇല്ലാതിരിക്കില്ല, അവിടെ ചെന്ന് അവളെ കാണാം. അങ്ങനെ നേരെ മീരയെ കാണാൻ വേണ്ടി ഇയാൾ ഓഫീസിലോട്ട് ചെല്ലാണ്. പിന്നെ കാണിക്കുന്നത് മീരയും ഇയാളും സംസാരിക്കുന്നതാണ്. അപ്പൊ മീര പറയുന്നുണ്ട്, തനിക്ക് എന്താ വേണ്ടത്? അതെ, എന്റെ ഓഫീസ് ടൈം ആണിപ്പോ. ഇപ്പൊ എന്തിനാ താൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നിനക്ക് ഓഫീസ് ടൈം ആണെന്ന് അറിയാലോ. മാസാമാസം നിനക്കൊരു തുക കിട്ടുകയും ചെയ്യും. എന്നാലേ എന്റെ അവസ്ഥ അതല്ല. എനിക്ക് മണി ഓർഡർ തരുന്ന ആള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത്? അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല? ഈ മാസം എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല. അതിന് താൻ എന്തിനാ എന്നെ വന്ന് കാണുന്നത്? നീ അവളെയല്ലേ പോയി കാണേണ്ടത്? അതിന് അവളുടെ വീട്ടിലോട്ട് ഞാൻ പോകുന്നുണ്ട്. അത് അവൾ അറിയിക്കണമെങ്കിൽ നീ ഒരാൾ മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് നിന്നോട് പറഞ്ഞാൽ നീ അത് അവളുടെ ചെവിയിൽ എത്തിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയത്. നിങ്ങളിപ്പോ ശ്രുതിയുടെ വീട്ടിലോട്ട് പോവാൻ നിൽക്കാണോ? അതെ, അതല്ലേ ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അവൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അവൾ ഉണ്ടാക്കിയതൊന്നും പോരാ. അവള് കാരണം എന്റെ ഭാര്യയും മക്കളും എന്നെ ഇട്ടേച്ചു പോയി. എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ അവള് തന്നെ കണ്ടെത്തണം. നീ എത്രയും പെട്ടെന്ന് ഇത് അവളെ വിളിച്ച് പറ. ഞാനേ ശ്രുതിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടെന്ന്. ശ്രുതിയെ കണ്ട് കാര്യം അവതരിപ്പിക്കണമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ വീട്ടിലുള്ളവരെല്ലാവരും സത്യം അറിയണം. ഇത് വലിയ കഷ്ടമാണല്ലോ. നിങ്ങൾ എന്തിനാ അവളെ ഇട്ട് എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾക്കിപ്പോ എത്ര വേണ്ടത്? ഇത് തന്നെയാ എനിക്ക് വേണ്ടത്. അങ്ങനെ വഴിക്ക് വാ. എത്ര വേണ്ടെന്ന് പറഞ്ഞാ മീര തരുമോ? നിങ്ങൾക്ക് എത്ര വേണ്ടെന്നല്ലേ ചോദിച്ചത്? അതാദ്യം പറ. 1000 2000 ആണെങ്കിൽ ഞാൻ തരാം. ചിരിപ്പിക്കല്ലേ മീരെ. 1000 2000 ആർക്ക് വേണം? എനിക്ക് മാസം ഒരു തുക കിട്ടാറുണ്ട്. അതെനിക്ക് ഇപ്പം കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലോട്ട് കയറി ചെല്ലും. അവള് മാസം നിങ്ങൾക്ക് 10,000 രൂപയല്ലേ തരാറ്? അതൊന്നും ഇപ്പൊ എന്നെ കൂടെ തരാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചെറിയ തുകയാണെങ്കിൽ ഞാൻ തരാം. നിന്റെ നക്കാപ്പിച്ച നീ തന്നെ വെച്ചോ. നീ അവളെ വിളിക്കുന്നോ ഇല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നു. അവിടെ നിക്ക്. ഇതും പറഞ്ഞ് മീര നേരെ ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്റെ ശ്രുതി ഒന്ന് ഫോൺ എടുക്ക്. ആവശ്യമുള്ള സമയത്ത് നിന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ നീ എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ. അവക്ക് നീയൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കാൻ അറിയാം. ഞാൻ വിളിച്ചാൽ അവക്കൊരു മടി. ഹലോ മീരെ. ശ്രുതി, നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. എന്താ നീ ഇങ്ങോട്ട് വരുന്നോ? ഒരാള് വരുന്നുണ്ട്. ഞാനല്ല. അതാരാ? നിന്റെ മുൻ ഭർത്താവ്. അയാൾ എന്റെ ഓഫീസിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തുവാ. അയാൾക്ക് ഈ മാസം കൊടുക്കാനുള്ള പണം നീ കൊടുത്തില്ലെന്നാ പറഞ്ഞത്. അയ്യോ, അയാൾ അവിടെയും വന്നു. എന്റെ വർക്കിംഗ് ടൈമാണിപ്പോ. ഈ സമയത്ത് അയാൾ ഇവിടെ വന്നിരിക്കുന്നത്. അയാൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിലേ അയാൾ നേരെ അങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? അയ്യോ മീരെ, ഇങ്ങോട്ട് വിടല്ലേ. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ട്, പ്രത്യേകിച്ച് ആ സച്ചിക്ക് അവനെ നന്നായിട്ട് അറിയാം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യ ശ്രുതി? ഇയാളോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വല്ല 1000 2000 ആണെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ. പക്ഷെ അയാൾക്ക് എല്ലാ മാസവും കിട്ടുന്ന തുക തന്നെ കിട്ടണമെന്ന്. അയാൾ എന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചു. പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. എന്തെങ്കിലും നീ എത്രയും പെട്ടെന്ന് ചെയ്തോ, ഇല്ലെങ്കിലേ അയാൾ അങ്ങോട്ട് വരും. മീരെ, ഇപ്പൊ എന്താ ഒരു വഴി? നീ തൽക്കാലം അയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചു നിർത്ത്. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അയാൾ അങ്ങനെ ഒന്നും പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല. അയാൾക്ക് പണം തന്നെ വേണം. 1000 2000 ഒന്നും പോരാ. അയാൾക്ക് 10,000 തന്നെ കിട്ടണമെന്നാ. എന്നാൽ കൃത്യസമയത്ത് തന്നെ ചന്ദ്രമതി മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. മോളിവിടെ ഫോണിലായിരുന്നോ? അച്ഛനാണോ? അത് പിന്നെ ആന്റി, അച്ഛനല്ല, എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരിയായിരുന്നു. ഞാൻ വിളിക്കുന്നത് കണ്ടപ്പോ അച്ഛനാണെന്ന് കരുതി. അല്ല ആന്റി, മോളെ കൂട്ടുകാരിയല്ലേ? ആ ഫോൺ ഒന്ന് വെക്കി. എനിക്ക് 1-2 കാര്യം പറയാനുണ്ട് മോളോട്. അത് പിന്നെ ആന്റി, വെക്ക് ശ്രുതി. ഒന്ന് പറയുന്ന കേട്ടിട്ട് നീ വിളിച്ചോ. ശ്രുതിയാണെങ്കിൽ അയാൾ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു നിർവാഹവും ഇല്ലാതെ ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി. അപ്പൊ മീര പറയുന്നുണ്ട്, ഇവൾ ഫോൺ കട്ട് ചെയ്തോ? ചേടാ, ഇനി ഇയാളോട് ഞാൻ എന്താ പറയാ? ഹലോ, എന്താ കൂട്ടുകാരി പറഞ്ഞത്? അങ്ങോട്ട് ചെല്ലാനോ അതോ പണം തരുവോ? എടാ, നീ അവക്ക് 1 ദിവസം കൂടി അവധി കൊടുക്ക്. അത് മാത്രം പറ്റില്ല. ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. അതിന് അവളുടെ കയ്യിൽ ഇപ്പൊ കാശില്ല. നാളേക്ക് അവൾ എന്തെങ്കിലും ചെയ്തു തരാന്നാ പറഞ്ഞത്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ പോവാ നേരെ അവളുടെ വീട്ടിലോട്ട്. പറഞ്ഞേര് അവളെ വിളിച്ചിട്ട്. പോവാണി പോട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അവള് കൃത്യസമയത്ത് തന്നെ ഫോണും വെച്ച്. അങ്ങനെ അയാള് ഇവളെ മൈൻഡ് ചെയ്യാതെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മീര കരുതുന്നുണ്ട്, ഇനി എന്തൊക്കെ ഉണ്ടാവോ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? അയാളെങ്ങനെ നേരെ ഇവരുടെ വീടിന് മുന്നിൽ എത്തുന്നുണ്ട്. ഒരു ഓട്ടോയിലാണ് വന്നിറങ്ങുന്നത്.
അതെ ചേട്ടാ ഇവിടെ നിർത്ത്. അങ്ങനെ ഇയാൾ പണം കൊടുക്കാതെ ഇറങ്ങി പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, അതെ ഇവിടെ വരെ വന്നതിന്റെ പൈസ തന്നില്ല. പൈസയില്ലേ ചേട്ടൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഇപ്പൊ ഞാൻ പൈസ തരാം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഇതൊന്നും നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പൊ ചെന്ന ഒരുപാട് ഓട്ടം കിട്ടും. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യും, ചേട്ടൻ എത്ര വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് ഇവിടുന്ന് ഒരാൾ പണം തരാനുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതും പറഞ്ഞ് ആ ഓട്ടോക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീടിന് ചുറ്റും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാണ് ഇയാള്. ഇത് കണ്ടപ്പോ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഇയാൾ ഇതെന്താ കക്കാൻ വല്ലതും വന്നതാണോ? അയ്യോ ഇനി കക്കാൻ വന്നവനാണോ? ആണെങ്കിൽ എന്റേത് അതോ ഗതിയാ. ഇവന്റെ കളി കണ്ടിട്ട് അതാ തോന്നുന്നത്. പണം വാങ്ങണോ? അയ്യോ 200 രൂപയുണ്ട്, വാങ്ങാതെ പോവാനും പറ്റില്ല. എന്തായാലും കുറച്ച് മാറി നിൽക്കാം, അയാൾ വരുന്നെങ്കിൽ വരട്ടെ. ശ്രുതിയെ കാണാൻ വേണ്ടി അയാൾ 18 അടവ് എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ ഫോണിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്, എന്നാൽ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയോട് അമ്മായിമ്മ പറയുന്നുണ്ട്, മോളെ നമ്മുടെ ശ്രുതിയുടെ കാര്യമാണ്. മോൾ തൽക്കാലം 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് ഒരു 5 കൂടി കൂട്ടി ഒരു 20 അങ്ങ് വാങ്ങ്. എന്റെ ശ്രുതി ബിസിനസ് തുടങ്ങിയാലേ അവൻ എവിടെ എത്തുന്നറിയോ മോൾക്ക്? അതിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. എങ്ങനെയെങ്കിലും ആ പണം തരപ്പെടുത്തിയെടുക്ക്. മോൾക്കിപ്പൊ വിളിക്കാൻ പറ്റിയില്ലെങ്കിലേ മോൾ അച്ഛനെ ഞാൻ വിളിക്കാം. മോള് ഫോണിൽ വിളിച്ചതാ. അത് പിന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇന്നലെ ഇളയച്ചൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇളയച്ചനൊക്കെ ശരിയാക്കി തരാന്നാ പറഞ്ഞത്. ഒരു 2 ആഴ്ചയെങ്കിലും സാവകാശം കൊടുക്കണം ഇളയച്ചന്. അതിനെന്താ മോള് 2 ആഴ്ചയോ 3 ആഴ്ച ആയിക്കോട്ടെ, പക്ഷെ കിട്ടാനുള്ള തുക കറക്റ്റ് കിട്ടണം. ശരി ആന്റി, ഞാൻ വിളിക്കാം. എങ്കിൽ ശരി. പിന്നെ കാണിക്കുന്നത് ഇയാളെയാണ് കേട്ടോ. ഇയാള് വീട്ടുവളപ്പി ചുറ്റി തിരിയുന്നത് നമ്മുടെ സച്ചി കാണാണ്. അതായത് സച്ചി റൂമിന്റെ ജനല് തുറക്കുമ്പോ തന്നെ നേരെ കാണുന്നത് ഇയാള് ചുറ്റി തിരിയുന്നതാണ്. ഇതേതവനാ? ഇവനെന്തിനാ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നത്? ഇവൻ എന്തോ നിഗൂഢമായ ലക്ഷ്യമുണ്ട്. എന്തായാലും ഇവന് വെറുതെ വിട്ടാ പറ്റില്ല. ഇവൻ എവിടെയോ അന്ന് ശ്രുതിയുടെ കല്യാണത്തിന് അമ്പലപ്പറമ്പിലുണ്ടായിരുന്നു. ഇവൻ ആ ശ്രുതിയെ കുറിച്ച് മോശമായി സംസാരിച്ചത്. ഇവിടെ ആരുമായിട്ട് ഇവൻ എന്തോ നിഗൂഢമായ കണക്ഷൻ ഉണ്ട്, അതെനിക്കറിയണം. മിക്കവാറും ആ ശ്രുതി തന്നെ ആയിരിക്കും. ഇതും പറഞ്ഞ് ഇയാൾ കയ്യോട് പിടികൂടാൻ വേണ്ടി സച്ച് താഴോട്ട് ഇറങ്ങാണ്. അങ്ങനെ നേരെ ഇറങ്ങി വരുമ്പോ തന്നെ ഇയാൾ നേരെ മുന്നിൽ ചെന്ന് പെടുകയാണ് കേട്ടോ. എങ്ങോട്ടാ? കുറെ നേരം ആയല്ലോ എന്റെ വീട്ടുവളപ്പിനെ ചുറ്റി ഇങ്ങനെ തിരിയാൻ തുടങ്ങിയിട്ട്. ഞാനേ ഇതിലൂടെ പോയപ്പേ ഈ വീട് എനിക്ക് നല്ല ഭംഗി തോന്നി. ഇതേ രൂപത്തിൽ എനിക്കെന്റെ വീടിന്റെ മുൻവശം ആക്കാനേ. പറഞ്ഞങ്ങ് പോവണ്ട. നിന്നെപ്പോലെ കള്ളം പറയാനും ഒരു കഴിവ് വേണം. അത് പിന്നെ ഞാൻ കുറെ നേരം ആയല്ലോടാ ഇവിടെ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട്. ഇനി നിനക്ക് ഇവിടുത്തെ വല്ല പെമ്പിളേരെ ഇഷ്ടമുണ്ടോ? പെമ്പിളേരെയോ? ഞാൻ പെമ്പിളേരെയൊന്നും നോക്കില്ല. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിനക്ക് 2 ഭാര്യമാരുണ്ടല്ലേ? 3ാമത് ഒരുത്തനും കൂടി വേണോടാ നിനക്ക്? വേണ്ട. നീ ഇല്ലായിരുന്നു അന്ന് എന്റെ ഏട്ടന്റെ കല്യാണത്തിന് ആ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രുതിയെ കുറിച്ച് മോശമായി സംസാരിച്ചത്? അല്ല, ശ്രുതിയെ കുറിച്ച് മോശമായി സംസാരിച്ചത്. അതുള്ള കാര്യമല്ലേ? എന്താടാ നീ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇടിച്ചതിന്റെ മൂക്കിന് പാല് ഞാൻ തെറിപ്പിക്കും കേട്ടോടാ. വായിലെ പല്ലൊരെണ്ണം പോലും കാണത്തില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ സച്ചി നിന്നെ ഇവിടുന്ന് വിടില്ല. ഇതും പറഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ അയാൾക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ സത്യം പറയാം. അങ്ങനെ വഴിക്ക് വാ. എന്താ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി ജനല് തുറക്കുമ്പോ ഈ കാഴ്ച കാണുന്നുണ്ട്. അയ്യോ സച്ചിയുടെ മുന്നിലാണല്ലോ ഇയാൾ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനിയിപ്പൊ എന്താ ഒരു മാർഗം? അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ മുൻനിർത്തി സത്യങ്ങളൊക്കെ പറയും. വേണ്ട, എന്തെങ്കിലും ആവട്ടെ, പറയടാ സത്യം. അങ്ങനെ അയാൾ ആദ്യം തന്നെ ഒരു കള്ളം പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കാട്ടോ. മര്യാദയ്ക്ക് സത്യം പറയാനാ പറഞ്ഞത്, കള്ളം നിന്നോട് ആരും പറയാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, മൂക്കിന്റെ പാലടിച്ച് തെറിപ്പിക്കുന്നു. ഈ സച്ചി പറഞ്ഞതാ കേട്ടോടാ. ഞാൻ പറയാം, ഞാനിവിടെ ശ്രുതിയെ കാണാൻ വന്നതാ. ശ്രുതിയെയോ? അതെ, ശ്രുതിയെ. നീയും ശ്രുതിയും തമ്മിൽ എന്താ ബന്ധം? അവള് എന്റെ ഭാര്യയായിരുന്നു. എന്റെ കൈ തടുത്ത് വരുന്നുണ്ട് കേട്ടോ. കള്ളം പറയുമ്പോ ഇങ്ങനെയൊന്നും പറയലടാ. ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യമാണ്. ഇതും പറഞ്ഞ് അയാളുടെ മൊബൈലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അവളുടെ കല്യാണം ഫോട്ടോയാ. എവിടെ നോക്കട്ടെ. ഇത് നമ്മുടെ പൗഡർ എടുത്തിയല്ലേ? എടാ നീ ഇത് വല്ല എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പ് ചെയ്താണോ? സത്യമായിട്ടും അല്ല, എന്നെ ഒന്ന് വിശ്വസിക്കേ. അതെ, നമ്മുടെ പൗഡർ എടുത്തി ആദ്യമേ ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ. അത് എന്റെ ഏട്ടൻ ശ്രുതിയെയാ. അല്ല, അവള് നിങ്ങളെയൊക്കെ പറ്റിക്കുക. ആ സമയത്ത് ഇയാള് മനസ്സിൽ കരുതുന്നുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞുള്ള കാര്യം അവൻ അറിയണ്ട. അതറിഞ്ഞ പിന്നെ അവളെ പറഞ്ഞ് വരട്ടാൻ പറ്റില്ല. അങ്ങനെയെങ്കിലും എനിക്ക് പണം തട്ടിയെടുക്കണം. തൽക്കാലം ഇവൻ ഈ സത്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താടാ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തായാലും സച്ചി ആ ഫോട്ടോ നോക്കിയിരിക്കുന്ന സമയത്തിന് ഇയാൾ ആ ഫോൺ വാരിയിട്ട് ഓടുകയാണ് കേട്ടോ. എന്നാലും സച്ചി പിന്നിൽ ഓടുന്നുണ്ട്. പക്ഷെ അയാൾ ആ ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഓട്ടോയിൽ കയറി പോയതുകൊണ്ട് തന്നെ സച്ചിക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? പൗഡർ എടുത്തി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ആരും അറിയാത്തതായിട്ടുള്ള രഹസ്യങ്ങൾ. അതറിഞ്ഞേ പറ്റൂ. അതിന് ഇവൻ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. എന്തായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞ കാര്യമൊക്കെ നമ്മുടെ ശ്രുതി അറിയുന്നുണ്ട്. ഇനിതായാലും ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.